ആയിരം കണ്ണുമായി കാത്തു നിൽക്കാൻ മലയാളിയെ പ്രേരിപ്പിച്ച സംഗീതജ്ഞൻ ജെറി അമൽദേവ്. അദ്ദേഹവും കൊല്ലം ഫാത്തിമ മാതാ കോളേജും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ബന്ധം. ആയിരത്തി 1952 ഫാത്തിമ മാതാ കോളേജ് ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ പരിപാടിക്ക് പ്രാർത്ഥനാഗാനം ആലപിക്കാൻ ഒരാളെ തേടി. അന്വേഷണങ്ങൾ ചെന്നെത്തിയത് എറണാകുളം സ്വദേശിയും 12കാരനുമായ ജെറി അമൽദേവിൽ. എറണാകുളത്ത് നിന്ന് കാറിൽ 7ാം ക്ലാസ്സുകാരനായ ആ പഴയ ജെറി അമൽദേവിനെ കോളേജിലേക്ക് കൊണ്ടുവന്നു. പതിറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെത്തിയപ്പോൾ അദ്ദേഹം പഴയ ഓർമ്മകളിൽ വാചാലനായി. In 1952 to sing an Ishvara Prarthana on the occasion of the inauguration of this wonderful college. And I remember those days, it was all very open here, only this building was here. തൻ്റെ ഹിറ്റ് ഗാനം സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ച് സദസ്സിനെ കൊണ്ട് പാടിപ്പിച്ച് ജെറി അമൽദേവ്. ഫാത്തിമ മാതാ കോളേജിൽ നടന്ന മെറിറ്റ് അവാർഡ് പരിപാടിയിലാണ് ഓർമ്മകളുടെ ഈ സർഗവസന്തം പിറന്നത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരുപിടി മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ജെറി അമൽദേവ്. പലപ്പോഴും കലാകാരന്മാർക്ക് ആദ്യം വേദിയാക്കുന്നത് സ്കൂളുകളും കോളേജുകളും ഒക്കെ തന്നെയായിരിക്കും അല്ലേ? പിന്നീട് ആ വേദിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ അത് വല്ലാത്തൊരു ഫീലായിരിക്കും, വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു നിമിഷം കൂടിയായിരിക്കും. മാമ്പഴത്തിൻ്റെ മാധുര്യമൂറുന്ന ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു വലിയ സംഗീത സംവിധായകനാണ് ജെറി അമൽദേവ്. അദ്ദേഹം ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ സംഗീതമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ന് ഈ കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നടന്ന പരിപാടി. 12 വയസ്സ് മാത്രമുള്ള സമയത്ത്, അദ്ദേഹത്തിൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം ആദ്യമായി ഫാത്തിമ മാതാ കോളേജിലേക്ക് വരുന്നത്. അത് ഒരു കോളേജിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ്. കോളേജ് ഉദ്ഘാടനം നടത്തുന്നത് 1952 അന്ന് ആ ഉദ്ഘാടന സമയത്ത് പ്രാർത്ഥനാ ഗാനം ആലപിക്കാൻ വേണ്ടി ഒരു നല്ല കുട്ടിയായിട്ടുള്ള ഒരു സിംഗറെ വേണം എന്നുള്ള, ഗായകനെ വേണം എന്നുള്ളൊരു ആവശ്യം കോളേജ് അധികാരികൾക്കും അതുപോലെ തന്നെ സഭാ ഉന്നത തലവന്മാർക്കും ഒക്കെ തന്നെ ആഗ്രഹമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയുടെ വിവിധഭാഗങ്ങളിലും ആലപ്പുഴ ജില്ലയിലുമൊക്കെ തന്നെ പരിശോധന നടത്തി. അങ്ങനെ അവിടുത്തെ കോളേജ് മാനേജ്മെൻറ്റിന് ഒരു മനസ്സിൽ ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു ഗായകനെ ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് ജെറി എന്ന് പറയുന്ന ഒരു 12കാരൻ എറണാകുളം ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ ജെറി അമൽദേവിൻ്റെ അടുത്തേക്ക് പോകുന്നു, പാടി നോക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ ആ നാട്ടിൽ നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുവരികയാണ്. കൊല്ലത്ത് കാറ് മാർഗം കൊല്ലത്തേക്ക് എത്തിച്ച് ആ പരിപാടി സമയത്ത് ഉദ്ഘാടന ദിവസം ആ പ്രാർത്ഥനാ ഗാനമൊക്കെ ആലപിച്ച് അദ്ദേഹം മടങ്ങുകയാണ്. അത് വലിയ ഗംഭീരമായി നടന്ന ഒരു പരിപാടിയാണ്. പിന്നീട് ഫാത്തിമ മാതാ കോളേജ് അങ്ങ് വളർന്ന് കൊല്ലത്തെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി അത് മാറി. അതിന് സമാനമായ രീതിയിലുള്ളൊരു വളർച്ചയായിരുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു വളർച്ചയായിരുന്നു ജെറി അമൽദേവിൻ്റെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം നമുക്ക് എത്രത്തോളം വലിയ ഗാനങ്ങൾ, നമുക്ക് കേട്ടാലും മതി വരാത്ത എത്രത്തോളം ഗാനങ്ങൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ 73 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടുത്തെ ഒരു കുട്ടികളുടെ ഒരു മെറിറ്റ് അവാർഡ് സംഘടിപ്പിക്കുന്നത് തീരുമാനിച്ചു. ആ സമയത്താണ് ആ പഴയ സംഗീത സംവിധായകരെ 12 വർഷം മുമ്പ് ഇവിടെ എത്തി കുട്ടിപ്പാട്ടുകാരനായി എത്തിയ ആ വ്യക്തി വലിയ സംഗീത സംവിധായകനായി 12ാമത്തെ വയസ്സിൽ അവിടെ ഒരു ഈശ്വര പ്രാർത്ഥന പാടാൻ വേണ്ടി വന്നു. 73 വർഷങ്ങൾക്ക് ഇപ്പുറം അമൽദേവും ജെറി അമൽദേവ് ഒത്തിരി വളർന്നു. അദ്ദേഹത്തിന്റെ കരിയർ എന്ന് പറയുന്നത് കണ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാമ്പഴം നുകരുന്ന മധുരമുള്ള ഗാനങ്ങൾ, അത്ര മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ 73 വർഷങ്ങൾക്ക് ശേഷം ആ കോളേജിൽ എത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ മനോഹരമായ ഒരു നിമിഷം തന്നെ ആയിരിക്കണം അവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ. ശരി കാണാൻ.